കൃപയാൽ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും ആയിരിക്കാൻ വലിയവനായ ദൈവം കൃപ നൽകി. അങ്ങനെ നമ്മൾ ഉപവാസ പ്രാർത്ഥന ഈ ദിവസവും ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസമായിരിക്കാൻ കർത്താവ് കൃപ നൽകി. നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വചനം എലീശയുടെയും ഏലിയാവിന്റെയും ജീവിതത്തിലെ ഒരു ഭാഗമാണ്. ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ദൈവം മുൻ കണ്ടിട്ടുള്ള ആളാണ് ഏലീശ. ഏലിയാവിനോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ പോകുമ്പോൾ 3 പേരെ അഭിഷേകം ചെയ്യണം. ഒന്ന്, ഹസായേലിനെ അരാമിൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യാം, നിയമിക്കണം. യേഹൂവിനെ ഇസ്രായേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ഏലീശയെ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. ദൈവത്തിന്റെ ശത്രുക്കൾ ഇല്ലാതായി പോകുവാൻ കർത്താവ് ചെയ്ത പദ്ധതിയാണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. എന്തായിരുന്നാലും അന്വേഷിച്ച് നടന്ന് ഏലിയാവ് അറിയാൻ പാടില്ല, ഏലിയാവിന് അറിയില്ല. ഏലീശ ആരാന്നോ അവൻ എങ്ങനെയുള്ളവനാണെന്നൊന്നും ഏലിയാവിന് അറിയാൻ പാടില്ല. അവൻ അന്വേഷിച്ച് നടന്നവർക്ക് ഏലീശ എവിടെയാ? അങ്ങനെ നോക്കിയപ്പോഴിപ്പോ എത്രയേറെ കാളെ 12 കാളെ കൂട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും പുറകില് ഒരു ആള് കൂടെ ഉണ്ട്. അന്വേഷിച്ചപ്പോ അവനാണ് എലീശ. ഏലിയാവ് പതുക്കെ പുറകെ ചെന്ന് ഇവന്റെ ശരീരത്തേക്ക് തന്റെ പുതപ്പം കേട്ടു. പുതപ്പിട്ട ഉടനെ അവൻ ആള് മാറിയതുപോലെ. പുതപ്പിട്ടതിന് ശേഷം ഏലിയാവ് പോയി. ഒരാള് മാറിയ പോലെയായി. ഏലീശ ഓടി, പുറകെ ഓടി, തന്റെ മേൽ പുതപ്പിട്ട ഓടിച്ചെന്ന് ഏലിയാവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാക്കന്മാരെ ഒന്ന് ചുംബിച്ചിട്ട് വരും, മാതാപിതാക്കളെ ഒന്ന് ചുംബിച്ചിട്ട് വരും, എന്നിട്ട് ഞാൻ വരാം. വിളിയാണെന്ന് മനസ്സിലായി. ഏലിയാവ് പറഞ്ഞു, പോയിക്കോ, പക്ഷേ ഞാൻ നിനക്ക് എന്ത് ചെയ്തെന്ന് നീ ഓർക്കാം, മറക്കരുത്. വേറെ ഒന്നും പറയുന്നില്ല. നീ പ്രവചിക്കുമെന്നോ, നീ വേല ചെയ്യണമെന്നോ, നീ അത് ചെയ്യണം, ഒന്നും പറയുന്നില്ല. ഒറ്റ കാര്യം മാത്രമാണ്, എന്താണ് നിനക്ക് ഞാൻ ചെയ്തതെന്ന് ഓർക്കാം. പിന്നെ ഈ പുതപ്പ് എവിടെ പോയി എന്നുള്ളത് ഒരുപാട് തർക്കങ്ങളുള്ള വിഷയമാണ്. ഏതായാലും ഏലീശയുടെ ഉണ്ടായിരുന്നില്ലെന്നും ഏലിയാവിന്റെ ഉണ്ടായിരുന്നെന്നും നമുക്കറിയാം. പുതപ്പ് തിരിച്ചെടുത്തെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ അതിൽ പഠിക്കുന്നു. ഏലിയാവിന്റെ വഴിക്ക് പോയി. ഏലീശ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ കഴിച്ച് ഒരു വിരുന്നൊക്കെ കഴിച്ചതിന് ശേഷം തിരികെ വന്ന് ഏലിയാവിന്റെ അടുത്ത് വന്ന് ഏലിയാവിന്റെ ശിഷ്യനായി തോന്നി. വലിയ മാറ്റമൊന്നും കാണുന്നില്ല. ഇങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒടുവിൽ ഏലിയാവ് ദൈവത്താൽ എടുക്കപ്പെടുന്ന ഒരു സന്ദർഭം വന്നു. എടുക്കപ്പെടുന്ന സന്ദർഭം ഇവര് ഗിൽഗാലില്ല. അപ്പൊ ഗിൽഗാലില് മറ്റു ശിഷ്യന്മാർ അനവധി പേരുണ്ട്. ഏലിയാവിന്റെ പിന്നാലെ നടക്കുന്ന ഏലീശയെ കണ്ടപ്പോ അവരെല്ലാരും കൂടെ പറഞ്ഞ്, എന്നാ നീ പ്രധാനദാസന്റെ പുറകെ ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം? ഇന്ന് ഏലിയാവിനെ ദൈവം എടുക്കാൻ പോവാ. എലീശ പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിക്കും, എനിക്കറിയാം, ഇന്ന് എടുക്കുമെന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാം. ഏലിയാവ് യാത്ര പുറപ്പെടാൻ ഒരുങ്ങിയപ്പോ ഏലീശയോട് പറഞ്ഞ്,
എലീശേ, എടീ, നീ ഇവിടെ താമസിച്ചോ. എന്നെ കർത്താവ് എങ്ങോട്ട്? എരിഹോവിലേക്ക്, ബേഥേലിലേക്ക് അയച്ചു. അങ്ങനെ ഞാൻ പോവാന്ന് പറഞ്ഞപ്പോ എലീശ പറഞ്ഞു, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൂടി ബേഥേലിൽ ചെന്നു. അവിടെയും സംഭവിച്ചു ഇതുപോലെ തന്നെ. അവിടുത്തെ ശിഷ്യന്മാരും അതുപോലെ തന്നെ പറഞ്ഞു. അപ്പോ എലീശ പറഞ്ഞു, അതിരിക്കുക, എനിക്കറിയാം, എടുക്കുമെന്ന് എനിക്കറിയാം. ഏലിയാവ് വീണ്ടും പറഞ്ഞു, എലീശ, നീ ഇവിടെ താമസിച്ചോ, യഹോവ എന്നെ എരിഹോവിലേക്ക് അയച്ചിരിക്കും. എലീശ പറഞ്ഞു, ഞാൻ യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടില്ല. അവിടുന്ന് എരിഹോവിലേക്ക് പോയി. അവിടെ ചെന്ന് തുടർന്ന് അവര് യാത്ര ചെയ്ത്, ഇവർ രണ്ടുപേരും കൂടി യാത്ര ചെയ്ത് പോകുമ്പോൾ യോർദാൻ അവർക്ക് മുൻപിൽ നിന്നു. ഏലിയാവ് ഉടനെ തന്റെ പുതപ്പെടുത്ത് യോർദാനെ അടിച്ചു. യോർദാൻ രണ്ടായിട്ട് പിരിഞ്ഞു. ഇവർ രണ്ടുപേരും കൂടെ ഉണങ്ങിയ സ്ഥലത്തുകൂടി അക്കരെ കടന്നു. അവ ഇപ്പുറത്ത് നിന്ന് ശിഷ്യന്മാരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. എലീശ പിടിവിടാതെ പുറകെ നിൽക്കുക. എന്ത് സംഭവിക്കുന്നു ആർക്കും അറിയില്ല. ഇന്ന് നിശ്ചയമായിട്ടും ഏലിയാവിനെ എടുക്കും. എലീശയാണെങ്കിൽ പുറകെ കൂടിയിരിക്കുന്നു, വിട്ടുപിരിയാതെ. അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിക്കണം. ഇവരെല്ലാവരും ആകാംക്ഷയോട് നോക്കിക്കൊണ്ടിരിക്കുക. നോക്കി അവിടെ ചെന്നപ്പോ അവിടെ ഇതാ എലീശ തന്നെ വിട്ടുമാറുന്നില്ല എന്ന് കണ്ടപ്പോ, എലീശേ, ഞാൻ നിങ്ങളിൽ നിന്ന് എടുക്കപ്പെടും, അതിനു മുമ്പ് നിനക്ക് എന്ത് വേണം? എലീശ പറഞ്ഞു, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എനിക്ക് വേണം. നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളതാണ്, എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ, എടുക്കപ്പെടുമ്പോൾ നീ അങ്ങനെ തന്നെ കാണുന്നുവെങ്കിൽ നിനക്കത് ലഭിക്കും. ഞാൻ എടുക്കപ്പെടുന്നതായിട്ട് നീ കണ്ടാൽ നിനക്കത് ലഭിക്കും, ഇല്ലെങ്കിൽ കിട്ടൂല. അവൻ പിറകെ നിന്നു. ഉടനെ തന്നെ ചുഴലിക്കാറ്റ് വന്നു, അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളും വന്നു. എലീശ ചിന്തിച്ചുപോയി, അതിശയിച്ചുപോയി. ഏലിയാവിനെ ചുഴലിക്കാറ്റിലെടുത്തു, സ്വർഗത്തിലേക്ക് എടുത്തു. പോകുന്ന വഴിക്ക് ഇതെല്ലാം എലീശ കണ്ടു. വാക്കുപ്രകാരം എടുക്കുന്നത് കാണുന്നുവെങ്കിൽ നിനക്ക് നീ ചോദിച്ചത് കിട്ടും. അങ്ങനെ ഉയരത്തിൽ നിന്ന് ഏലിയാവിന്മേൽ നിന്ന് ആ പുതപ്പ് താഴത്തേക്ക് വന്നു. ഏലീശ ആ പുതപ്പ് എടുത്തു. എന്ന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് എലീശ. ദൈവത്തിന്റെ വചനം പറയുന്നത്, ഈ പുതപ്പ് എത്ര നാള് മുമ്പ് ഇവന്റെ മേൽ വീണതാ, എത്ര നാള് മുമ്പ് ഇവന്റെ മേൽ വീണതാ. പക്ഷേ അന്ന് അവകാശമായിരുന്നില്ല. ഇന്ന് എലീശയുടെ അവകാശം. ഇന്ന് ഇത് ഏലിയാവിന്റെ പുതപ്പല്ല, എലീശയുടെ പുതപ്പാണ്. കാരണം ഏലിയാവിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ പുതപ്പിന് ഉണ്ടായിരുന്ന ആത്മശക്തിയുടെ ഇരട്ടി ശക്തിയുള്ള ഒരു പുതപ്പാണ് എന്ത് ചെയ്യാൻ. പുതപ്പൊന്ന്, ശുശ്രൂഷ രണ്ട്. പുതപ്പൊന്ന്, ശുശ്രൂഷ രണ്ട്. അന്നുണ്ടായിരുന്ന ആത്മാവിന് ഇരട്ടി ശക്തി ഇന്ന് ഈ പുതപ്പിലുണ്ട്. അതുമായിട്ട് പോവുകയാണ്. ദൂരത്ത് നിന്ന് കണ്ടവർ ഇതെല്ലാം കണ്ടു നിന്നു. യോർദാൻ കടന്നപ്പോ, യോർദാന്റെ അടുക്കൽ വന്നപ്പോൾ ഇവൻ എന്ത് ചെയ്യും
വരവ് കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഏലിയാവിന്റെ ആത്മാവ് ഇവന്റെ ഉണ്ട്. എലീശ യോർദാങ്കൽ വന്നപ്പോൾ പറഞ്ഞു, തന്റെ പുതപ്പെടുത്തതിന് ശേഷം ഏലിയാവിന്റെ ദൈവം എവിടെ? തന്റെ പുതപ്പ് ആ യോർദാനിൽ അടിച്ചു. യോർദാൻ രണ്ടായിട്ട് പിരിഞ്ഞു. അതിൽ കൂടി അവൻ കടന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, ഇവിടെ നമ്മളെ ദൈവത്തിന്റെ ആത്മാവെന്ന് പഠിപ്പിക്കുന്നത്, ഏലിയാവ് എടുക്കപ്പെടുമ്പോൾ അങ്ങനെ തന്നെ കണ്ടു. എന്തുകൊണ്ട് കണ്ടു? എങ്ങനെ കണ്ടു? കർത്താൻ. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. സുവിശേഷം മുഖാന്തരം കുരുട്ടുകണ്ണുകളെ തുറന്നവരാണ് ദൈവത്തിന്റെ ജനം. ഒരിക്കൽ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം സാത്താന്റെ വചനം കേട്ടപ്പോ, എതിരാളിയുടെ വചനം കേട്ടപ്പോ, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, തിന്നുന്ന നാളിൽ ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞ് ആ വചനം കേട്ട്, ശരിയാണല്ലോ, ശരിയായിരിക്കും, ഈ വചനം കേട്ട് വിശ്വസിച്ച് വൃക്ഷത്തിലേക്ക് നോക്കിയപ്പോൾ കാഴ്ചപ്പാട് മാറി. ഇന്നലെ വരെ കണ്ടതുപോലെ അല്ല കാണുന്നത്. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് കണ്ടു. അപ്പൊ കാഴ്ചപ്പാട് മാറി. എന്തിനാൽ? ശത്രുവിന്റെ ഉപദേശത്താൽ. അങ്ങനെ കുരുടായിപ്പോയ കണ്ണാണ് സുവിശേഷത്താൽ കർത്താവ് തുറക്കുന്നത്. അങ്ങനെ സുവിശേഷത്താൽ തുറന്ന കണ്ണ്, ആ കണ്ണ് നാളുകൾക്കുള്ളിൽ അനേകരുടെ കണ്ണ് ശത്രു കുരുടാക്കി. ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കേണ്ടതിന് അവിശ്വാസികളുടെ കണ്ണ് ഈ ലോകത്തിന്റെ ദൈവം കുരുടാക്കി. അങ്ങനെ വിശ്വാസികളുടെ അനവധി പേരുടെ കണ്ണ് കുരുടാക്കിയിരിക്കുമ്പോൾ, അന്ന് കർത്താവ് തുറന്ന കണ്ണ് ഇന്നും സൂക്ഷിക്കുന്നവരുണ്ട്. ദൈവം കർത്താവ് ഇന്നും സൂക്ഷിക്കുന്നവരുണ്ട്. അവിടെയാണ് ശോധന ചെയ്യുന്നത്. നീ എടുക്കപ്പെടുമ്പോൾ, ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ അങ്ങനെ തന്നെ കാണുമോ? കർത്താൻ സ്തോത്രം. അന്ന് കാളയുടെ പിന്നാലെ നടന്നപ്പോ നിന്റെ മേൽ ഞാൻ ഇട്ട പുതപ്പ് മുഖാന്തരം നീ ആള് മാറിയതുപോലെയായി. ഞാൻ നിനക്ക് ചെയ്തത് എന്തെന്ന് നീ ഓർക്കണം, മറക്കരുതെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടെങ്കിൽ നീ അത് കാണും. മറന്നിട്ടുണ്ടെങ്കിൽ ഏലിയാവിനെ എടുക്കും നിശ്ചയം, നീ കാണൂല. ഇന്ന് കർത്താവ് തന്റെ ജനത്തിന് നൽകുന്ന ദൂതാണത്. കർത്താവ് ഇത് ഈ വിഷയത്തിലേക്ക്, ഈ വഴിയിലേക്ക് വിളിച്ചിറക്കിയപ്പോൾ തുറന്ന കണ്ണ് അങ്ങനെ തന്നെ ജീവാവസാനത്തോളം സൂക്ഷിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് അധികം പേരുടെയും കണ്ണ് അടഞ്ഞുപോയിരിക്കുന്നു. ഈ ലോകത്തിന്റെ ദൈവം അത് കുരുടാക്കിയിരിക്കുന്നു. എന്നാൽ ഇതാ ദൈവം നൽകുന്ന ശുശ്രൂഷയുടെയും ദൈവം നൽകുന്ന അനുഗ്രഹത്തിന്റെയും ദിവസം വന്നു. ദൈവത്തിന്റെ വചനപ്രകാരം കാണേണ്ട കാര്യമുണ്ട്. അത് കാണണ്ട. അന്ന് കർത്താവ് ഇതിലേക്ക് വരുമ്പോൾ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ശുശ്രൂഷയുണ്ട്, പ്രതിഫലമുണ്ട്. അത് പ്രാപിക്കണമെങ്കിൽ കാണേണ്ട കാഴ്ചയുണ്ട്. ആ കാഴ്ച കാണണമെങ്കിൽ കേട്ടത് മറക്കരുത്. അന്ന് തുറന്ന കണ്ണ്, സുവിശേഷത്താൽ അന്ന് തുറന്ന കണ്ണ് ഇന്നും ഉണ്ടെങ്കിൽ നിശ്ചയം കാണും. ഇരട്ടിപ്പങ്കിനുള്ള അവകാശിയായി എലീശ പോയതുപോലെ തന്റെ ജനവും അവകാശിയായി ഇതാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. അവകാശത്തിലേക്കും പ്രതിഫലത്തേക്കും പ്രവേശിക്കും. കർത്താവിന്റെ സ്തോത്രം. അതിന് യാതൊരു മാറ്റവുമില്ല. ഇന്ന് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കേട്ടത് പ്രകാരം തന്നെ കേട്ടിട്ട് മറക്കുന്നവരായിട്ടല്ല, ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പിതാവിലും പുത്രനിലും വസിക്കും. ആകയാൽ നിങ്ങൾ കേൾക്കുകയും പ്രാപിക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത്
മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഓർക്കട്ടെ, നമുക്കൊന്ന് ഓർമ്മ വരാം. അതാണ് യെരമ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. യെരൂശലേം നിങ്ങൾക്ക് ഓർമ്മ വരട്ടെ. അന്ന് നിങ്ങളുടെ കണ്ണു തുറന്ന് നിങ്ങളെ കാണിച്ച ചില കാര്യങ്ങളുണ്ട്. ദൈവം നിന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളുണ്ട്. അത് സ്വന്തമായിട്ടില്ല. എന്നാൽ ഇന്ന് സ്വന്തമാക്കാൻ ദൈവം അവസരം തരികയാണ്. കണ്ണു തുറന്നാൽ കാണുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ അവകാശം നമുക്ക് സ്ഥിരമായിട്ട് ലഭിക്കാൻ പോവുകയാണ്. മുട്ടുകളെ മടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ ഞങ്ങളിതാ കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നല്ലോ. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ, മനസ്സലിയുമാറാകണമേ. കർത്താവ് ഞങ്ങളുടെ കുരുട്ട് കണ്ണുകളെ തുറന്നതാണ്. കർത്താവ് കുരുട്ട് കണ്ണുകളെ തുറന്ന് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളതിനെ ഞങ്ങൾ കണ്ടതാണ്. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ കണ്ണ് ഇരുണ്ടു പോയിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കുരുട്ട് കണ്ണുകളെ ഒന്നുകൂടി തുറക്കണം കർത്താവ്. ദൈവമേ, ഞങ്ങളുടെ കണ്ണുകൾ അന്ധമായി പോയിരിക്കുന്ന ഞങ്ങളുടെ കണ്ണുകൾ എന്റെ കർത്താവ് ഒന്ന് തുറക്കണമേ കർത്താവെ. അങ്ങനെ ഞങ്ങളുടെ അവകാശം ഞങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ കർത്താവ് പ്രാപ്തരാക്കണമേ പിതാവേ. കാത്തുകൊള്ളു, അനുഗ്രഹിക്കണമേ. സ്തോത്രം ചെയ്ത കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കാം.